ഹായ് കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ടോ? നല്ല ഭംഗിണ്ട്, ഇഷ്ടായി. വീഡിയോ എന്താ പറയണേ? വീഡിയോ നല്ല രസമുണ്ടായിരുന്നു. ഇന്നത്തെ എനിക്ക് ടൂളൊന്നും ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു. അപ്പം ഇന്നൊരു വീഡിയോ ഒരു യൂട്യൂബ് മറ്റേ ടിപ്സ് പറയുന്ന ഒരാളുടെ ടൂളിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ വെറുതെ ഒരു ടൂൾ എടുത്ത് നോക്കുമ്പോൾ ഒരു ഫോട്ടോ ഒക്കെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അനന്തിൻ്റെ ഫോട്ടോ കൊടുത്തു. അപ്പോൾ ഞാൻ ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇവൻ ഇങ്ങനെ നന്നായി ഇംഗ്ലീഷ് സംസാരിച്ച് ചിരിക്കണതൊക്കെ, ചിരി സൂപ്പർ ചിരിയുണ്ട്. കാണുമ്പോൾ ഒന്ന് ഷോർട്സിലൊന്ന് നോക്കണേ. അപ്പോൾ അവൻ്റെ അത് കാണാം. നല്ല രസമായിട്ടുണ്ട്. എനിക്ക് സത്യം പറയുന്നത് കണ്ടപ്പോൾ കുതി. എൻ്റെ കുട്ടി ഇങ്ങനെ ചിരിച്ച് വർത്താനം പറയണതും ഇംഗ്ലീഷാണ് പറയണത്. ഇംഗ്ലീഷൊക്കെ ചെറുതായിട്ടൊക്കെ അറിയട്ടോ. പിന്നെ അങ്ങനെ ആരും വിഷമല്ല, ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടല്ല എനിക്ക് സന്തോഷം തോന്നി. അവൻ വയ്യാത്തൊരു കുട്ടിയാന്ന് തോന്നില്ല അതിൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചിരിച്ച് വർത്താനം പറഞ്ഞു. അയ്യോ, അടുത്ത് വന്നപ്പോൾ തലയിൽ ഉമ്മവയ്ക്കണം. തലയിൽ ഉമ്മവയ്ക്കണം തന്നെ ഏറ്റവും ഇഷ്ടം. അത് നെറിയിൽ അനുഗ്രഹം. അപ്പം അങ്ങനെ ഞങ്ങളങ്ങനെ ചെയ്തു. ഇന്ന് മിണ്ടാണ്ടിക്കിടെ കാര്യമായിട്ടുള്ള കാര്യം പറയുമ്പോൾ അവന് ഇടയിൽ കൂടെ ഉള്ള ഇവൻ്റെ കുസൃതി ചോദ്യമില്ല, എന്താ പറയാ, ഒരു സംശയം ചോദിച്ചേ. എന്തിനാണാവോ? എന്ത് സംശയ? മലർത്തണ നിനക്ക് സ്വയം മലരാൻ വയ്യ? വെള്ളം കുടിച്ചതായി വയർപ്പായി വരണേ. അപ്പൊ ആ വയർപ്പത്ത് വീണ്ടും കുടിച്ചൂടെ? വൃത്തിയോട് പറയല്ല എന്ത്? അങ്ങനത്തെ വൃത്തിയായിട്ട് വർത്താനങ്ങളൊന്നും പറയരുതിട്ടോ. അതൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് വേറെ ഒന്നും പറയണ്ട. അവരൊക്കെ വർത്താനങ്ങൾ പറയണത് ഇതിങ്ങനെ പറയുമ്പോൾ ഞാനവൻ തമ്മിൽ നല്ല അടിയും. ഇവിടെ നീങ്ങി കിടക്ക്, നിന്നെ കാണുന്നില്ല. തല്ലുള്ള സംശയം പറയണ്ട. ഉപ്പിടാനാവും. ഒന്നാം തീയതി അവനെ പിറന്നാളാ. അന്ന് സേമിയ പായസം വെച്ചിട്ട് അവന് കുറച്ച് പഞ്ചസാര ഇടണിട്ട് പിന്നെ കുറച്ച് മാറ്റി ഇവന് ഉപ്പിട്ട് കൊടുക്കും. ബാക്കി എല്ലാവർക്കും പഞ്ചസാര ഇട്ട് കൊടുക്കും. പായസത്തിൽ ആരെങ്കിലും ഉപ്പിടുമോ? എല്ലാം വേണം, എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് പഠിക്കണം, എല്ലാം നമ്മൾ സഹിക്കണം. എന്നാൽ ജീവിതത്തിൽ എല്ലാം നമ്മൾ സഹിക്കില്ല, എന്താ പറയാ, എല്ലാ കാര്യങ്ങളും നമ്മൾ ശീലിച്ച് പഠിക്കണം. അല്ലാതെ ഒരേ ടേസ്റ്റ് ചെയ്യാൻ കുടിച്ചെന്താ രസം. അതുപോലെ നമ്മൾ കഞ്ഞി ഇപ്പം മാമ്പഴത്തില് നമുക്ക് സെറ്റ് വേണ്ടി കയ്പക്കായ ഇട്ടിട്ട് കഴിക്കാം. മാമ്പഴം പുഴുത് കയ്പക്കായ ഇട്ട് കഴിക്കുക. എനിക്കറിയാണ്ട് ചോദിക്കുക അങ്ങനെയൊക്കെ ഇട്ടിട്ട് കഴിക്കാം. അത് ആലോചിച്ച് വരട്ടെ, എന്നിട്ട് പറയാമേ. പിന്നെ വേണമെങ്കിൽ നമ്മുടെ കഞ്ഞി വെള്ളത്തില് അമ്മ പഞ്ചസാര ഇടാം. ഇങ്ങനെ എനിക്ക് പനി വരുമ്പോൾ കഞ്ഞി വെള്ളം തരുമ്പോൾ പഞ്ചസാര ഇട്ട് തരണേ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിലപ്പോൾ. എന്താ അമ്മ നിങ്ങളെ നോക്കണേ? കഷ്ടം. ഇത്ര നാള് അവന് ശരീരത്തിന് ജന്മന വയ്യാത്ത കുട്ടിയാന്നാണ്. മെൻ്റലായി തോന്നുന്നുണ്ട്, മനസ്സിനായി തോന്നുന്നുണ്ട് അസുഖം. ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരില്ലേ? ഉറപ്പല്ലേ? അത് പറയാനൊന്നല്ല വീഡിയോ എടുക്കാൻ വന്നിട്ടാണ്. ഇന്ന് ശരിക്കും തൃശ്ശൂരിൽ ഇങ്ങനെ ഭയങ്കര ആഘോഷമുള്ള ദിവസമാണ് ശരിക്കും വേണ്ടത്. അതായത് ഇന്ന് സാമ്പിൾ വെടിക്കെട്ടിൻ്റെ ദിവസമാണ്. പിന്നെ ചമയം ഇന്നും നാളെയായിട്ടാണ് ചമയങ്ങൾ ഉണ്ടാവുക. നല്ല നീണ്ട ക്യൂ ആയിരിക്കും. പക്ഷെ സത്യം പറയാച്ചാൽ ഇന്ന് ഞാൻ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ടൗൺ ഇങ്ങനെ ഉറങ്ങി കിടക്കണ പോലെയാണ്. ശരിക്കും പോകുന്നതിന് തലേദിവസമൊക്കെ ഒരു ഭയങ്കര ആഘോഷം ഉണ്ടാവണതാണ്. ശരിക്കും ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു മരിച്ച വീട്ടിൽ പോയി എങ്ങനെ ഉണ്ടാവുക അതേപോലെ അമ്പലങ്ങളുടെ ഉള്ളിൽ വരെ. ചേച്ചി എന്ന് പറഞ്ഞ തൊഴാൻ വേണ്ടെന്ന് ചേച്ചി പറയാമായിരുന്നു. മരിച്ച വീട്ടിൽ കയറി ചെല്ലുന്ന പോലെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ആർക്കും ഒരു സന്തോഷമില്ല. തിരുവമ്പാടി അതിനെക്കാട്ടിലും കഷ്ടമായിട്ടാണ്. കാരണം അത്രയും ആൾക്കാരെ ജീവനെടുത്തു. 10-40 പേരിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്ന് പറയണു. അതിൽ ഇത്ര തിരിച്ചറിഞ്ഞ ആൾക്കാർ വളരെ കുറവ്. ബാക്കിയുള്ളവർ ആരാ എന്താണെന്നറിയില്ല. കുറേ ശരീരഭാഗങ്ങൾ അവരൊക്കെ വീട്ടിലത്തെ ഒരവസ്ഥ. ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ അഹങ്കാരമായിരുന്ന ഒരു കൊല്ലത്തെ കാത്തിരിപ്പാണ് ഞങ്ങൾക്ക് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞൊക്കെ. ഒരു കൊല്ലം കഴിഞ്ഞ് അടുത്ത കൊല്ലം തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്ന ആ തൃശ്ശൂർ പൂരം ഇങ്ങനെ ഒരു ട്രാജഡിയായി മാറിയത് വളരെ 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 വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ചമയം കാണാൻ പോകാറുണ്ട്, മോനെയും കൊണ്ട് പോകാറുണ്ട്. കോവിഡ് വന്ന പിന്നെ അതൊരു മഹാമാരിയായിട്ട് പോയി. അപ്പോൾ അത്ര ബുദ്ധിമുട്ട് വിഷമം തോന്നിയില്ല. ഇതിലിപ്പോൾ ഇവനെ കൊണ്ടുപോകാറുണ്ട്. ഞാൻ പന്തൽ കാണിക്കാറുണ്ട്, പാർമേകാവിൻ്റെ ചമയം കാണിക്കാറുണ്ട്,
ചിലപ്പോൾ ഒരു പ്രാവശ്യം തിരുവമ്പാടിയിലും കാണിച്ചിരുന്നു. വേഗം പോരും. പിന്നെ പറമ്പിൽ പൂരപ്പറമ്പ് ഞാൻ മൊത്തം വീൽചെയറിൽ അങ്ങനെ ഉരുട്ടി അവിടെയൊക്കെ ഒന്ന് കാണിക്കും. കാണേണ്ട കാഴ്ചയാണ്. ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാണ്. കുറേ കച്ചവടക്കാരും കടലൊക്കെ വാങ്ങി കഴിക്കും. പൊടിയുണ്ടോ ഹൈജീനിക്കാണോ എന്ന് നോക്കില്ല. അതേ കൊല്ലത്തിലായിരിക്കും അവിടെ പോയി ഒരു കടല വാങ്ങി കഴിക്കൽ കൂടുതലാണ്. നാളെ ഉണ്ട്, വേണമെങ്കിൽ പോവാം നമുക്ക്. ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ത് വേണം. നല്ല തിരക്കായിരിക്കും. ഇന്നത്തെയും നാളത്തെയും കൂടി ജനങ്ങളെല്ലാം കൂടി നാളെ കയറി വരും. എന്തായാലും തിരക്കില്ലാതിരിക്കില്ല. പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു കാഴ്ചകളൊക്കെ ഞാൻ പങ്കുവയ്ക്കാം. ഉറപ്പില്ല, കാരണം സത്യത്തിൽ ആ ഒരു ആഗ്രഹമില്ല. പിന്നെ മോനെ കാണിക്കാൻ വേണ്ടി മാത്രം പോകണം. അത്രയും നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക മനുഷ്യ ജീവനാണല്ലോ പൊലിഞ്ഞു പോയിരിക്കുന്നത്. വല്ലാത്തൊരു വിഷമമുള്ള കാര്യം. അത് പറയാനാണ് ഞാൻ ശരിക്കും വീഡിയോ ചെയ്യാനായിട്ട് വന്നത്. ആ സമയത്താണ് ഇവൻ്റെ ഈ തോന്നിവാസ വർത്തമാനങ്ങൾ എന്ന് പറയണം. അല്ലാണ്ട് കുസൃതി ചോദ്യമൊന്നോ അതല്ലെങ്കിൽ അതിനെ തമാശ ചോദ്യമോ ഒന്നും പറയില്ല. സത്യമായിട്ടും ഈ വീഡിയോന് വേണ്ടി അവൻ പറഞ്ഞതല്ല കേട്ടോ. ഇതൊക്കെ ഇവനിടയിൽ ചോദിക്കണതാണ്. ഞാൻ ഒരിക്കലും വീഡിയോന് വേണ്ടി ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറയാൻ പാടില്ല. നല്ല നല്ല താമസിച്ചാൽ ചോദിക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇವಾಗ ഞാൻ വീഡിയോ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അവനൊന്ന് കൊടുത്തേനെ. അടിച്ച എൻ്റെ കയ്യെ വേദനിക്ക്, കാരണം എവിടെയും മാംസമില്ല. ഇവിടെ അടിച്ചൊക്കെ എൻ്റെ കയ്യെ വേദനിക്കുക ഇല്ലേ. നിനക്ക് വേദനിക്കും, ഒപ്പം എനിക്കും വേദനിക്കും. പിന്നെ തല്ലി ആ ദേഷ്യത്തിന് തല്ലി പിന്നെ നമ്മൾ തന്നെ കിടന്ന് വിഷമിക്കണേ. അവർക്ക് അപ്പം കഴിഞ്ഞു. പിന്നെ നമ്മളെ തേനെ പാലേ മുത്തേന്ന് പറയും 4 ഉമ്മയും കൊടുത്താൽ അവരെ വിഷമം പോയി. പക്ഷേ നമുക്കതല്ലോ, അയ്യോ എൻ്റെ പൊന്നിനെ അടിച്ചില്ലേ നന്നായിട്ട് അറിയാം. ആന മൂക്കന് വീഡിയോ കഴിഞ്ഞോ. പിന്നെ എനിക്ക് വേറെ വട്ടമല്ല നിന്നതല്ലേ. വൈരാഗ്യം ഉണ്ടാകുമ്പോഴാണ് അതൊക്കെ ആലോചിച്ച് വെച്ച് ചെയ്യുക. ഇത് ഇവിടെ എന്തിട്ട് നിന്നോടിക്ക് എന്താ വൈരാഗ്യം. പക്ഷേ ഈ വക വൃത്തിയുടെ ചോദ്യങ്ങളും ചോദിക്കരുത് കേട്ടാ. നീ വലിയ കുട്ടിയെ, നീ ഉള്ള കുട്ടിയല്ല. 21 വയസ്സ് കഴിഞ്ഞ ബേബി. മെയ് 1 വന്നാൽ 22 വയസ്സ് തികയണ ബേബി. സ്മോൾ ബേബി. മനസ്സ് കുട്ടിയായിക്കോ, ശരീരം കൊണ്ട് നീ കുട്ടിയല്ലേ. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ നീ ഇപ്പോഴും ചിന്ത കുട്ടിയാക്കരുത്. ചിന്ത എപ്പോഴും നമ്മുടെ മെച്ചൂർഡായിട്ടുള്ള ചിന്തകൾ വരണം. നല്ല നല്ല കാര്യങ്ങൾ ചിന്തിച്ച് നല്ല നല്ല കാര്യങ്ങൾ നിനക്ക് അറിയാമല്ലോ, അതൊക്കെ അറിയണം. അതൊക്കെ പറഞ്ഞ് അതൊക്കെ നമ്മുടെ വ്യൂവേഴ്സായിട്ട് പങ്കുവയ്ക്കുകയാണെങ്കിൽ രസമുണ്ട്. ഈ നിലവാരമില്ലാത്ത തമാശകൾ പറയരുത്. നിലവാരമുള്ള തമാശകൾ പറഞ്ഞോ. നേരത്തെ അവനോട് ചോദിച്ചാൽ അമ്മ നമ്മൾ പ്രതിജ്ഞയിലോ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാന്ന് പറയല്ലോ നാഷണൽ പ്ലഡ്ജിൽ. അപ്പോൾ അവൻ ചോദിക്കുക അങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ അന്യോന്യം ആൾക്കാർ വെട്ടലും കൊല്ലലും ഒക്കെ ചെയ്യണമെന്ന്. അതൊരു കാര്യമായിട്ടുള്ള ചോദ്യം. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആണെങ്കിലും ഓക്കെ. ഇതിപ്പോൾ മനുഷ്യന് കട്ടാക്കണ ചോദ്യങ്ങൾ ചോദിക്കാന്നല്ലാതെ അവൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ കമൻറ്റ് ചെയ്യണം. കാരണം എനിക്ക് ആ കമൻറ്റ് അവനെ വായിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴെങ്കിലും അവനത് മനസ്സിലായിട്ട് അവൻ പറയണ ഇല്ലല്ല എല്ലാവർക്കും എൻ്റെ ഇഷ്ടവും ഞാനിങ്ങനെ പറയുന്ന ചോദ്യങ്ങളൊക്കെ അമ്മയ്ക്ക് മാത്രം ഇഷ്ടമില്ലായുള്ളൂ എന്ന്. അവിടേക്ക് കാണിക്കേ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദയവ് ഇതെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒന്ന് കേൾപ്പിച്ച് കൊടുക്കാനാ, അല്ല വായിച്ച് കേൾപ്പിച്ച് കൊടുക്കാനാ. അപ്പോൾ അവനെന്തെങ്കിലും അന്നൊക്കെ ഒന്ന് മാറ്റം വരികയാണെങ്കിലോ. ഇഷ്ടപ്പെട്ടു ആരും ഇടരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടില്ല എന്നിടാവ്. അതെങ്ങനെ ഇഷ്ടപ്പെട്ടു മോനെ, പാവം കുട്ടിയെ പറയും. നീ പാവയൊന്നല്ല, പാവം. എന്തിന് പാവം കുട്ടിയാവണു? എനിക്ക് കയ്യിനും കാലിനും മാത്രമേ ദൈവം ഒരു വിഷമം തന്നിട്ടുള്ളൂ. ബുദ്ധി ഷാർപ്പാണ്, കാഴ്ചശക്തി, കേൾവി ശക്തി, സംസാരശേഷി ഇതൊക്കെ തന്നിട്ടില്ലേ ദൈവം? ഹോളിക്സ് തന്നാൽ എനിക്ക് ഷാർപ്പാവൂയോ? എനിക്ക് വയ്യ ഇവൻ്റെ കണ്ടോ. ഇന്ന് എനിക്കൊരു തമാശ ചേച്ചി പറയും ഇവനെ വല്ല കയറി കാച്ചർ പഠിപ്പിച്ചോളാൻ പറയും. സ്പോട്ടിലേക്ക് തമാശ പറയണേ. ഇപ്പോൾ ഷാർപ്പാവുമെന്നാണ് പിടുത്ത ശവം. ഹോർലിക്സിൻ്റെ പരസ്യം അതൊക്കെ തല കയറ്റി വെച്ചേക്കുക. നമിച്ചു. ഞാൻ തോറ്റു. ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. മറുപടി എന്തായാലും എല്ലാവരും തരണം കേട്ടോ. നന്നായി തരണോ കേട്ടോ.